നമുക്കത് കൺഫ്യൂഷൻ വരുന്ന ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ചൈതന്യമാണ് ഈ ദേവി എന്നുള്ളത് തോന്നലിൽ നിന്നാണ്. ക്ഷേത്രത്തിൽ ഈ ഒരു പൂജാരി ആവാഹിച്ച് വെറുതെ വെച്ചിരിക്കണം എന്നുള്ളേ ഉള്ളൂ. അങ്ങനല്ല സത്യത്തിൽ എല്ലായിടത്തും ഉണ്ട് ഈ ചൈതന്യങ്ങൾ. അത് പല നാമങ്ങളുണ്ട്. കൗളമാർഗ തൽപര സേവിത, അതുപോലെ തന്നെ സമയാചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീരഗോഷ്ഠി പ്രിയ, വീരന്മാരുടെ സഭ, അതാണ് ഗോഷ്ഠി, സഭയിൽ താല്പര്യനായിട്ടുള്ള ഒക്കെ പറയുന്നുണ്ട്, കൗളവും ഒക്കെ പറയുന്നുണ്ട്, സമയം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നിൽക്കട്ടെ, നമ്മൾ താന്ത്രിക ആരാധനയുടെ പീസ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭദ്രകാളി ഇങ്ങനെ എടുത്ത ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കും. ഞാൻ കൗളമാർഗത്തിൽ ഉപാസന ചെയ്യുന്ന ആളാണ്. കോഴിയൊക്കെ വെട്ടി മാംസമൊക്കെ കൊടുത്ത് ഉപാസന ചെയ്യും, പഞ്ചമകാല സാധനം. നിങ്ങൾ സാത്വികമായിട്ട് ദക്ഷിണാചാരത്തിൽ ആരാധിക്കുന്ന ആളാണ്. ആര് പറയുന്നതാണ് ദേവി കേൾക്കുന്നത്? ഞാൻ ഈ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് കോഴിയെ കൊടുത്ത് നിങ്ങൾക്ക് എതിരായിട്ട് വിട്ടു. അപ്പം നിങ്ങളുടെ സാത്വിക ഉപാസന ആയതുകൊണ്ട് അതിന് പവർ കുറവല്ലേ? ഇപ്പം നിങ്ങളെ ഇത് ബാധിക്കുന്നു, നിങ്ങൾ ഉപാസിക്കുന്ന ദേവത നിങ്ങളെ എതിരായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. ശരിയല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. 100 പേര് ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ഭദ്രകാളി ഉപാസിച്ചാൽ അവിടെ 100 ഭദ്രകാളി ഉണ്ടാവും. കാരണം ഊർജമാണ്. പ്രാണനെ പല സാത്വികം, രാജസികം, താമസികം തുടങ്ങിയ 3 രീതിയിലാണ് മെയിനായിട്ട് സ്പന്ദിക്കുന്നത്. പ്രാണൻ ദേവതകളായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഗുണങ്ങളാണ് ദേവതകൾ. പ്രാണനെ പല ഗുണങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ എനർജിയുടെ ഗുണങ്ങളാണ് ദേവതയായിട്ട് വർക്ക് ചെയ്യുന്നത്. സാഖ്യയോഗ സിദ്ധാന്തമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അതാണ് ഗീത സാഖ്യയോഗം പറയുന്നത്. ഭാരതത്തിലെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം സാഖ്യമാണ്. സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണനെ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രാണന്റെ പ്രവർത്തനങ്ങൾ, സാത്വികം, രാജസികം, താമസികം. അതിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് 33 കോടി ദേവതകൾ. സാത്വിക, രാജസികം, രാജസിക, താമസികം എന്നൊക്കെ പറഞ്ഞതിനെ പിന്നെയും പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ആയിട്ട് പ്രവർത്തിക്കും. പല പല രീതിയിൽ ഇത് പ്രവർത്തിക്കും. ഈ ഗുണങ്ങളുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. സാത്വികം, രാജസികം, താമസികം, ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്ന് നമ്മളിത് പറയും. ശൈവ സംബന്ധമായ ദേവതകളുടെ പന്ഥാവവും, ശാക്തേയ സംബന്ധമായ ദേവതകൾ ദേവി സംബന്ധമായിട്ടുള്ള, വൈഷ്ണവ സംബന്ധമായിട്ടുള്ള ദേവതകൾ, ഇങ്ങനെയാണ് 3 സാത്വികം, വൈഷ്ണവം, രാജസികം ദേവി സംബന്ധമായിട്ട്, താമസികം ശൈവ സംബന്ധമായിട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ ഡിവൈഡ് ആയിട്ടാണ് ദേവതകളുള്ളത് ഈ പ്രപഞ്ചത്തിൽ. അത് ഈ സാത്വിക രാജസികമാണ്. രജോ ഗുണമായ ശക്തി താമസികവും കൂടെ ചേരുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള കാളിക്കാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത്. അതിൽ നീചഭദ്രകാളിയൊക്കെ ഉണ്ട്, നീചകാളിയൊക്കെ ഉണ്ട്, ദക്ഷിണകാളിയുണ്ട്. ഇപ്പൊ നീചകാളി എന്ന് പറയുമ്പോൾ കുറെ കൂടെ താമസിക കൂടുതലാണ്. ഇനി അങ്ങേയറ്റം സാത്വികവും രാജസികവുമായിട്ടുള്ള കാളിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്തിൽ ഈ കോടിക്കണക്കിന് കാളികളുള്ളതിൽ ഒരു വിഗ്രഹം നോക്കിയിട്ട് ഞാൻ ഉപാസിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ കർമ്മഫലങ്ങളും എൻ്റെ വാസനയും ഒക്കെ ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ദേവതയാണ് എന്നിലേക്ക് ഒരു കാളിയാണ് പ്രോസസ് ചെയ്യുന്നത്. അറ്റ് പ്രസന്റ് ഒരു വിഗ്രഹം നോക്കിയാണ് ചെയ്യുന്നതെങ്കിലും ശരിക്കും ദേവത ഇരിക്കുന്ന വിഗ്രഹത്തിലല്ലല്ലോ. നമ്മുടെ ഉള്ളിലല്ല, ഓരോരുത്തരും ഉപാസകന്റെ ഉള്ളിലാണല്ലോ ദേവത നിൽക്കുന്നത്. അപ്പൊ ആ ഉപാസകന്റെ ഉള്ളിലെ ദേവതയെ ഉണർത്താൻ വേണ്ടിയാണ് ഒരു വിഗ്രഹം വെളിയിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ വിടുക. അപ്പൊ ആ അമ്പലം എന്നുള്ള നമ്മൾ രണ്ടും പോകുന്ന ഒരേ അമ്പലത്തിലാണുള്ള കൺസെപ്റ്റ് തലേന്ന് കളയാം. എന്റെ ദേവത, എന്റെ ഭദ്രകാളി, നിങ്ങളുടെ ഭദ്രകാളി എന്നുള്ളൂ. പിന്നെ നമ്മുടെ ഗുണം പോലെയും കർമ്മഫലം അനുസരിച്ച് ഇരിക്കും, നമ്മുടെ ബോധം പോലെ ഇരിക്കും. ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചു, എന്നിട്ട് വള്ളിയച്ചൻ പറഞ്ഞു, അല്ല ഈ ഒരു വള്ളിയച്ചൻ പറഞ്ഞു, ഒരിനകത്തില് ആൽക്കഹോള്, ഒന്നിനകത്ത് വെള്ളം, പച്ചവെള്ളത്തിൽ പുഴുവിനെ ഇട്ടു, ആൽക്കഹോളിലിട്ട പുഴു ചത്തുപോയി പടഞ്ഞ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? മദ്യവർജന സമിതിയുടെ മീറ്റിംഗാ. മദ്യം കുടിച്ചാൽ, ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മരിച്ചു പോകും. ജീവനുള്ള പുഴു മരിച്ചു പോയില്ലേ, നമ്മളും അതുപോലെ മരിച്ചു പോകും എന്നുള്ള തെളിയിക്കാനാണ് ഇത് ചെയ്തത്. അവിടെ ഇരുന്ന കള്ളുകുടിയും പുറയെന്ന് പറഞ്ഞ് ഇതിരുന്ന് എന്ത് മനസ്സിലാക്കാന്ന് ചോദിച്ചപ്പോൾ എടുത്ത് പറഞ്ഞ് കള്ളുകുടി എന്നിട്ട് പറഞ്ഞു,
നമ്മള് ഒരു ശകലം ആൽക്കഹോൾ വെച്ചാൽ വയറ്റിലെ കൃമികീടങ്ങളൊക്കെ നശിച്ചു പോകും. അവനെടുത്തത് അങ്ങനെ അവന്റെ ഗുണം അനുസരിച്ചിട്ടാണ് അവൻ എടുക്കുന്നത്. നമ്മളിലെ ഏത് ഗുണമുണ്ടോ അതനുസരിച്ചിട്ടാണ് വരുന്നത്. ഉണ്ട് 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 ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയും കൂടെ. ഓക്കെ. അങ്ങനെ ആ വ്യക്തി ഞാൻ പറയുന്നില്ല, ഓപ്പണായി പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വന്നപ്പം ഒരു ദിവസം നമ്മുടെ ക്യാഷ് കൗണ്ടറിന്റെ കീ ചെയിനും താക്കോലൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ക്യാഷ് കൗണ്ടർ 2 മണിക്ക് ചോദിച്ചു വന്നപ്പം താക്കോലില്ല. 2 ആൾക്കാർ ക്യൂ നിൽക്കുക. ക്യാഷ് കൗണ്ടറിൽ എഴുതി എടുക്കണം. താക്കോലെടുത്ത് മാറ്റി. ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചു. അമ്മ, ഇത് പരീക്ഷണമാണ്. കുറച്ച് കഴിഞ്ഞാൽ താക്കോൽ ആൾക്കാർ ക്യൂ വെള്ളം നോക്കാൻ നിധി അടച്ചിട്ട് പോകണം. താക്കോൽ വെച്ചിടത്ത് കാണുന്നില്ല. എല്ലാ ദിവസവും അവിടെ ഇരിക്കുന്ന എല്ലാവരും തുറന്നിട്ട് സേഫ് പർപ്പസിൽ വെക്കുന്ന താക്കോൽ 10 മിനിറ്റോടെ അപ്രത്യക്ഷമായി. ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യണം നമുക്കറിയാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം അത് കുത്തി തുറന്ന് ആൾക്കാർക്ക് നികുതി കൊടുത്തു. ഞാൻ വൈകുന്നേരം അവിടെ കുറേ പേരുണ്ടായിരുന്നു. 2-3 പേരെ എൻ്റെ ക്യാബിലേക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ വലിയ ഭക്തനോ ദിവ്യനോ ശക്തിനോ, പക്ഷെ ഞാൻ വിളിക്കുന്നത് എനർജിയുണ്ട്, ഒരു ശക്തി ഞാൻ വിളിക്കുന്നത്. ഞാൻ ആർക്കും ഇതുവരെ ഒരു ദ്രോഹം കൂടി തരും, സത്യമായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ വിളിച്ചാൽ അമ്മ ചിലപ്പം കേൾക്കരുത്. ഇതാരെടുത്തോ ഇത്ര ദിവസം ഞാൻ തരും, അതിനുള്ളിൽ ഈ താക്കോൽ എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് കയ്യോ കാര്യം കൊടുക്കും പറഞ്ഞ് വീണമെന്നിരിക്കും. സത്യം ഈ സംഭവം ഇവരൊരാഴ്ച ഇതിനു വേണ്ടി ഞാൻ മനസ്സാവാരം കാരണം അമ്മയോട് ഒരു പൂ പോലും ഇട്ടിട്ടില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു ഞാനില്ലാതെ എൻ്റെ രീതി അതല്ല. പക്ഷെ ഇവർ മറിഞ്ഞു വീണു. അന്നേരം ഇവർ ഓർക്കുന്നത് ഞാൻ എന്തോ വേറെ ഏതാണ്ട് സംഭവം. ഇവന് വേറെ ഏതോ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ ഈ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ ദ്രോഹിപ്പിച്ചു കൊടുത്ത അമ്മ ഒരു തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ആ സംരക്ഷിക്കുന്ന അമ്മ എന്തുകൊണ്ട് എനിക്ക് ജന്മം തന്ന എന്റെ ഒരു അമ്മയെ എടുത്തു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇത്ര നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ രീതി പല ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു കാളിയല്ല വരുന്നതെന്ന് മനസ്സിലായല്ലോ. 100 പേർക്ക് 100 കാളി, 1000 പേർക്ക് 1000 കാളിയാണ്. അവരുടെ ഗുണവും അവരുടെ കർമ്മവാസനകളും ഒക്കെ അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോ സത്യം പറഞ്ഞ ദേവതകൾക്കൊന്നും പേരില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഗുണങ്ങളാണുള്ളത്. നമുക്ക് തിരിച്ചറിയാൻ നമ്മളൊരു പേര് വിളിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും പേരില്ല. ഒരു പൂച്ചയ്ക്ക് പൂച്ച എന്നാണ് പേരെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പൂച്ച എങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ പൂച്ചയ്ക്ക് അറിയാം പൂച്ചയുടെ പേര് പൂച്ച എന്നാണെന്നാണ് നമുക്ക് ധാരണ. ഒരിക്കലും അല്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും പേരുണ്ടോ? സത്യത്തില് ഒരു എനർജിക്കും പേരില്ല, ഒന്നിനും പേരില്ലെന്ന്. നിങ്ങൾക്കും എനിക്കും ഒന്നും ഒരു പേരില്ല സത്യം പറഞ്ഞാൽ. പിന്നെ തിരിച്ചറിയാൻ വേണ്ടി നാട്ടുകാരിട്ടതാണ് ആ പേര്. എനിക്ക് പേരുണ്ടോ? അല്ലെ നിങ്ങൾക്ക് പേരുണ്ടോ? നിങ്ങൾക്ക് ജന്മനാ പേരോട് കൂടിയാണോ ജനിച്ചല്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങേ തിരിച്ചറിയാൻ വേണ്ടി, മറ്റുള്ളവരിൽ തിരിച്ചറിയാൻ വേണ്ടി. സഹോദരങ്ങളുണ്ടോ? ആരാ? ആ പെണ്ണിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ പേര് വിളിക്കുന്നു ഉറക്കെ. അപ്പൊ നമ്മൾ അപ്പുറത്തിരിക്കാതെ വരുന്നു. അപ്പൊ തിരിച്ചറിയാൻ വേണ്ടി നാട്ടുകാരിട്ട പേര് പോലും സ്വന്തമല്ല. നമുക്കാർക്കും പേരില്ല. പിന്നെ എങ്ങനെ ദേവതയ്ക്ക് പേരുണ്ടാകുക? സത്യത്തിൽ യാഥാർത്ഥ്യ ലോകത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് സർവീസ് ബുക്കിൽ നമ്മുടെ പേരില്ല, ശമ്പളം കിട്ടത്തുള്ളൂ, അതല്ല പറഞ്ഞത്. ലോകത്തിലൊന്നും പേരില്ല. അപ്പൊ പിന്നെ ദേവതകൾക്ക് ഒട്ടും പേരില്ല, ഒട്ടും പേരില്ല. ഇതൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പറയും മാരണ ജിന്ന്, സ്തംഭന ഗുളികൻ, ഉച്ഛിഷ്ട വാരാഹി, ഇതിന്റെയൊക്കെ ബാധയുണ്ടെന്ന് പറയും. അപ്പം ശരി നിങ്ങൾ ഇതേ രീതിയിൽ വേറൊരാളെ പോയി കണ്ടാൽ അയാൾ പറയും നീലഭദ്രകാളി ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്രോ അത് പോകും, കണക്ഷൻ പോകും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മറന്നു പോകും, പിന്നെ ആ കണ്ടിന്യൂറ്റി പോകും. അപ്പം അതുപോലെ പോയി. അതാണ് പ്രശ്നം. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? പേരില്ല, ദേവതകൾക്ക് പേരില്ല. അപ്പൊ അതായത് ജ്യോത്സ്യന്മാര് ചെല്ല് പറയും ഉച്ചിഷ്ട വരാഗി എന്നൊക്കെ പറയും. അതേസമയം അതേ ഇതിൽ വേറൊരാളെ പോയി കണ്ട അയാൾ പറയും അത് നീലഭദ്രകാളി ഉണ്ട്, യക്ഷിയുണ്ട്, മാടനുണ്ട്, മറ്റേതിന്റെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയും. വേറൊരാളെ കണ്ട വേറെ കുറെ ബാധകളുടെ പേരായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ സ്വദർശനം ഇവർ പറഞ്ഞു തരുന്ന സ്വദർശനവും കഴിച്ച് ആവാഹിച്ച് മാറ്റി അത് മാറും. ഈ വരുന്ന ശരീരത്ത് വന്ന് സംസാരിക്കുന്ന പല ബാധകളും ഞാൻ നമ്മുടെ മൊബൈലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഫേസ് മറിച്ചിട്ട്. ഇവർക്കൊന്നും അവരുടെ പേരൊന്നും അറിയത്തില്ല.
ഇന്ന് പേരറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല എന്ന് പറയും. നമ്മൾ പറയും ഇന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ, വേറെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ പറയുന്നത് വായിച്ച് മാറ്റുമ്പോൾ മാറും. അപ്പം ഇതുപോലാണ് എല്ലാ ദേവതയും സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് വിളിക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭദ്രകാളി നമ്മൾ വിളിക്കുന്നതാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മിഖായേൽ എന്ന് വിളിക്കുന്ന ആർക്കിടൈപ്പ്, വാളുമായിട്ട് നിൽക്കുന്നത്. അത് ഈ ആണാ, ഇത് ഭദ്രകാളി പെണ്ണാ. പക്ഷെ ഇതേ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ അവിടെ വരുന്നത് ഭക്തനെ സഹായിക്കാനായിട്ട്. നമ്മുടെ അമ്മയ്ക്കൊരു പേരുണ്ടോ? അമ്മ എന്നല്ലേ നമ്മൾ വിളിക്കാറ്. പേരൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? എൻ്റെ അമ്മയുടെ പേര് ദേവയാനി ദേവിയ, CS. ദേവയാനി ദേവി അമ്മ വന്നോ എന്ന് ഞാൻ ചിന്തിക്കുവോ? അമ്മ എന്നല്ലേ ചിന്തിക്കുള്ളൂ. നമ്മുടെ അമ്മയ്ക്ക് ഒരു പേരില്ല, അച്ഛനൊരു പേരില്ല. അച്ഛൻ പേരുണ്ട് അവർക്ക്, അത് വേറെ. നമ്മുടെ മനസ്സിൽ ആ പേരൊന്നും ഇല്ല. ഉണ്ടായുള്ളത് അമ്മയും അച്ഛനും അല്ലല്ലോ, അന്യരായി. അന്യർക്ക് പേരുണ്ട്, അപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പേരുണ്ട്. അപ്പൊ നമ്മള് അറിയാൻ വയ്യാത്തതിനെ നിർണയിക്കുന്നു എന്നുള്ളൊരു പാപമാണ്. എന്റെ ദേവി ഇന്ന പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് നിർണയിക്കില്ല. ആജ്ഞൂട. നിന്റെ കൈക്ക് എന്നെ അറിയാൻ പറ്റൂല. എന്റെ കൈക്ക് ഈ ജന്മം നോക്കിയാൽ എന്നെ അറിയാൻ പറ്റത്തില്ല. എന്റെ കയ്യിലും വലുതാണ് ഞാൻ. നിങ്ങൾ അതുപോലെയാണ്. ദേവതയെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണ്ട, അറിയാൻ പറ്റൂല. അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീയമാണെന്ന് പറയുന്ന ആ പരാശക്തിയെ നമ്മൾ എന്തിനാണ് ഒരു ഫിഗറിൽ കൊണ്ടുവന്ന ഒരു പേരൊക്കെ ഇട്ട് ഇത് അവന്റെ ഭദ്രകാളി അല്ലേന്നും അവൻ ഗൗളത്തിൽ ആചരിക്കുന്നില്ലേന്നും ഞാനിവിടെ ആചരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈഗോയുടെ അറിവിന്റെ ഭാവമാണ്. അറിവില്ലായ്മയും നിഷ്കളങ്കമായി നിങ്ങൾ വിളിച്ചാൽ കോഴിയെ ഒന്നും കൊടുക്കണ്ട, നിങ്ങളൊരു ശകലം പൂവെടുത്ത് വെച്ചിട്ട് ദേവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതവിടെ കിട്ടും, നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് അഹങ്കാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാധകൾ വന്നിട്ട് നമ്മളോട് പറയും ഇത് നിന്റെ ഭദ്രകാളി അല്ല, അവന്റെ ഭദ്രകാളിയാണ്. ആണോ? പിന്നെ ഇത് നീ ഉപാസിച്ചു കഴിഞ്ഞാൽ നിന്റെ അവനാ എനർജി പോന്നെ. അവന് കൂട്ടത്തിൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രാവിയ ഇരട്ടായിട്ട് നിനക്ക് പറ്റും. നീ ഭദ്രകാളി ഉപാസിക്കുന്നു. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കണ്ടേ? നീ നിന്റെ അമ്മയൊന്നും വിളിക്കണ്ടേ? ഇത് നിന്റെ അമ്മയൊന്നും അല്ല, അവന്റെ അമ്മയാ. അയ്യോടെ അന്ന് പറഞ്ഞ എങ്ങനാ? വിളിക്കരുത്, വിളിച്ചാ പ്രശ്നമാണ്. അപ്പൊ വിളിക്കാനും വയ്യ, വിളിക്കാനും മൊത്തത്തിൽ വട്ടായി ഭ്രാന്ത് പിടിച്ച് നമ്മുടെ ഈഗോയാ. പക്ഷെ നിഷ്കളങ്കമായ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഇതൊന്നും കേൾക്കത്തില്ല. നിഷ്കളങ്ക ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ കുറവുണ്ടോ സാധന ചില സമയത്ത് യാന്ത്രികമായി പോകുന്നത് കൊണ്ടുമാണ് നമുക്ക് ആ കണക്ഷൻ നഷ്ടപ്പെടുന്നത്. കണക്ഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. 1000 കാലുള്ള തേരട്ടയോട് ഒരു കുറുക്കൻ ചോദിച്ചു, കുറുക്കൻ യുക്തിയുടെ പ്രതീകവാ. 1000 കാലുകൊണ്ട് എങ്ങനെ നടക്കും? ഞങ്ങൾക്കൊക്കെ 4 കാലുണ്ടായിട്ട് തമ്മിൽ തട്ടുന്നത് ചിലപ്പോൾ. അത് ശരിയാണല്ലോടാ, അത് ശരിയാണല്ലോടാ. അതെങ്ങനെ നടക്കും അറിയാൻ വയ്യ. കുറുക്കൻ അങ്ങ് പോയി, തേരട്ട പിന്നെ നോക്കിയപ്പോൾ നടക്കാൻ പറ്റത്തില്ല, കാല് തമ്മിൽ കൂട്ടിമുട്ടുന്നു യുക്തിപരമായി. അപ്പോൾ ഒരു കാക്ക വന്ന് കൊത്തിയെടുത്തോണ്ട് പോയി എന്നാണ് പക്ഷി വന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായു ചലന നിയമ സിദ്ധാന്ത പ്രകാരം തേനീച്ചകൾക്ക് അവയുടെ ചെറിയ ചിറക് ഉപയോഗിച്ച് വലിയ ശരീരം പൊക്കി പറക്കാൻ പറ്റത്തില്ല, ശാസ്ത്രീയപരമായി നോക്കിയാൽ, സയൻസ് പരമായിട്ട്. പക്ഷേ അവകൾ ഇപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ഇത് അറിയാത്തത്, ഈ സയൻസ് അറിയാത്തതുകൊണ്ട് അവരിപ്പോഴും പറക്കുന്നു. അവർക്ക് ഈ സയൻസ് അറിയാമെങ്കിൽ പറക്കാൻ പറ്റൂല. നമ്മൾ എപ്പോൾ യുക്തിപരമാവുമ്പോൾ നമുക്ക് അഹങ്കാരം വരുമ്പോൾ ഇതെല്ലാം കുറവാകും. നിഷ്കളങ്കമായിട്ട് ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് വെച്ചിട്ട് വിളിച്ചാലും ദേവി വരും. ഒന്നും വെക്കാതെ വിളിച്ചാലും വരും, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഉണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മുടെ യുക്തി വർക്ക് ചെയ്യുന്ന നമുക്ക് അഹങ്കാരം ഈഗോയും വരുമ്പോഴാണ്. അപ്പോഴും ഈ ബാധകൾ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊസസ് ചെയ്തിട്ട് പറയും അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്ത, നീ നശിച്ചു പോകാനുള്ള എല്ലാ വഴിയും ഈ ബാധകൾ പറയും. അവിടെ ദേവിയായിട്ടുള്ള ബന്ധം പോകും. അപ്പൊ ഈ ബാധ കയറിയിട്ടാണ് നമ്മുടെ അമ്മയെ കൊല്ലുന്നത്. അല്ലാതെ ദേവി നമ്മൾ ഒരു പൂ ഒരിക്കലെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കത്തില്ല എന്നുള്ള സാമാന്യ തന്ത്രയുക്തിയെങ്കിലും നമുക്ക് മനസ്സിലാകണം. അത് ഏത് മോശപ്പെട്ട ദേവതയാണെങ്കിൽ പോലും നമ്മൾ ഒരു ദേവതയ്ക്ക് നമ്മൾ മനസ്സറിഞ്ഞൊരു പുഷ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്ക് എതിരെ ചെയ്യില്ല. ചുമ്മാ പറയുന്ന ജ്യോത്സ്യന്മാരൊക്കെ എന്താ ഉപാസനാമൂർത്തിയുടെ കോപമുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഉപാസനാമൂർത്തി കോപിക്കുന്നതല്ല, ഉപാസനാമൂർത്തിയെ വിളിക്കാത്തത് കൊണ്ട് ഉപാസനാമൂർത്തി കോപിക്കുന്നു, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്, അത് ഞാൻ പറയാം. ചില നീച ദേവതകളെ ഉപാസിച്ചിട്ട്, പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞ ഇപ്പൊ വഴക്കാ, നമ്മളെ പിച്ചിട്ട് വിളിക്കാനൊക്കെ വരും. ചില നീച അധമ ദേവതകളെ ഉപാസിച്ച് കഴിയുമ്പോൾ അവരുടെ മാനസിക വികാരങ്ങളൊക്കെ കൂടുതലാണ്. അവരെ നമ്മൾ ഉപാസിച്ചിട്ട് ഈഗോയിസ്റ്റിക്കാ. അവരെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവർ നമുക്കെതിരായിട്ട് പണിയും. പക്ഷെ ഉയർന്ന ഭദ്രകാളികളുള്ള ഉയർന്ന ദേവതകൾക്ക് നിങ്ങൾ മനസ്സറിഞ്ഞൊരു പൂവിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് അനുഗ്രഹിക്കാൻ പറ്റൂല എന്നുള്ളൂ. അവർക്ക് കിട്ടുന്ന എനർജീനെ നിങ്ങൾ അനുഗ്രഹിക്കാൻ പറ്റും. ഈരെ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം ദേവന്മാർക്ക് യജ്ഞം ചെയ്യണം, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും, പരസ്പരം വർദ്ധിച്ചോളാൻ. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ശ്രദ്ധയിലൂടെയുള്ള പ്രാണനാണ് ദേവതകളുടെ ഭക്ഷണം.
പ്രാണായ സ്വാഹ അപാനായ സ്വാഹ എന്ന നേദ്യം വെച്ചിട്ട് പായസ സ്വാഹ വൽപ്പായ സ്വാഹ എന്നല്ല കൊടുക്കുന്നത്. അപ്പൊ ആ പ്രാണൻ അവർക്ക് കിട്ടുമ്പോൾ ആ പ്രാണൻ എടുത്ത് അവർ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്, ഇരട്ടിയാക്കി ബ്ലസ് ചെയ്യുന്ന സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന പരിപാടിയെ ദേവതകൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ദേവതയ്ക്ക് ഉപാസന, കുടുംബപര ദേവതയ്ക്ക് ഉപാസന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ശ്രദ്ധ മാറി അല്ലെ മനസ്സ് യാന്ത്രികമായി പോയി അവർക്ക് ആ എനർജി കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഉപാസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ എനർജി കിട്ടാതെ നിങ്ങൾ ബ്ലസ് ചെയ്യാൻ അവർക്ക് എനർജി ഇല്ലാതെ വരും. ആ സമയത്ത് ബാധകൾ പ്രോസസ് ചെയ്തിട്ട് നിങ്ങളെ ഉപദ്രവിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് തമ്മിൽ വ്യത്യാസം അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കും? ദേവിയെ വിളിക്കുന്നില്ല, അതുകൊണ്ട് ദേവി ഇപ്പോൾ ഉപദ്രവിക്കുകയാണ്. ഇതാണ് അതിനകത്തെ മണ്ടത്തരം. ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നോ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉപാസനാമൂർത്തിയും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന നല്ല ഉയർന്ന തലത്തിലുള്ള ഈഗോയിസ്റ്റിക് അല്ലാത്ത ഹാർട്ടിന് മേപ്പോട്ടുള്ള ഉയർന്ന ദേവതകൾക്ക് ബോധം കൂടുതലാണ്. അവർ നമ്മളെ എന്ത് തെറ്റും ക്ഷമിക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ തെറ്റ് കാണിച്ചാൽ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നത് വേറെ വിഷയം. അവർ നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ ആ ബോധത്തോടു കൂടി ദേവത ഉപാസന ചെയ്ത് സിസ്റ്റമാറ്റിക്കലല്ലാത്ത ഒരു ഗുരുവില്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കൽ അല്ലാതുള്ള സാധന പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു ദേവതയുടെ കുഴപ്പമല്ല, അമ്മയുടെ കുഴപ്പമല്ല. പിന്നെ ജനിച്ച ഒരിക്കൽ മരിക്കണ്ടേ? അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ? നമുക്ക് ആത്മീയത തരുന്ന പ്രശ്നമില്ലാത്ത ജീവിതമല്ല, തെറ്റിദ്ധരിക്കരുത്. പ്രശ്നങ്ങളെ നേരിട്ട് തരണം ചെയ്ത് വരാനുള്ള കരുത്ത് മാത്രമാണ്. അത് ദേവി തരും. ഈ ഉള്ളിൽ ഒരു പേഴ്സൻറ്റേജ് എങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ദേവത ഉപാസന സക്സസ് ആവുന്നത്? ബിലീഫാണ്. ദേവതയിൽ ഉറച്ച വിശ്വാസം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ മാറ്റമുണ്ട്. പ്രപഞ്ചത്തിൽ വരെ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഞാനത് കാണിച്ചു തരാം. ദേവതകളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ട് പൂർണ്ണ സമർപ്പണത്തോടു കൂടിയുള്ള ഭക്തിയോടുകൂടിയുള്ള ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഉപാസന മാത്രമാണ് ദേവിക്ക് കിട്ടുന്നത്. ഭയവും വിഷമവും ദേഷ്യവും വെച്ചിട്ട് ജപിച്ചാൽ അത് നമ്മൾ ജപിക്കുന്ന നാരായണയായാലും നാരായണൻ അത് കിട്ടിയാല ബാധകൾക്കാണ് കിട്ടുന്നത്. അവരിരട്ടി എടുത്ത് പണിയും. അതാണ് നാമം ജപിക്കുന്നവരും ദുരിതം കൂടുക തിരുമേനി എന്ന് ചില ആൾക്കാർ പറഞ്ഞാൽ കള്ളുപിടിച്ച് നടക്കുന്നവരൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഉള്ളിൽ നെഗറ്റീവ്സ് വെച്ചുകൊണ്ട് ജപിച്ചാൽ ബാധയ്ക്ക് കിട്ടും. അത് അവരിരട്ടിയായിട്ട് നമുക്ക് പണിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും ജപിച്ച് അവർക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കും. കുണ്ടലിനി അവരിരട്ടിയായിട്ട് പണിയും. അപ്പൊ ഭക്തിയോടുകൂടി, സമർപ്പണത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി 100% എന്റെ ദേവി എനിക്ക്, എന്റെ അമ്മ എനിക്ക് വേണ്ടത് നല്ലതാ എല്ലാം തരുന്നേ എന്ന് പറഞ്ഞ് ഉപാസിച്ചാൽ അതിനകത്ത് അചഞ്ചലമായിരിക്കണം. ഇടയ്ക്ക് പോലും സംശയം വരാൻ പാടില്ല. അങ്ങനെ ഉപാസിച്ചാൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരത്തില്ല. ഈ കൺഫ്യൂഷൻസ് വരുന്ന ബാധകളാണ്. ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ബാധയാണ്. ദേവി വന്നാലുള്ള പ്രത്യേകത മനസ്സിലാക്കണം. പ്രവൃത്തി കൂടുതലായിരിക്കും, ചിന്ത കുറവായിരിക്കും. അപ്പൊ റിസൾട്ട് കൂടുതൽ കിട്ടും. ബാധകൾ വന്നു കഴിഞ്ഞാൽ ചിന്ത കൂടുതലും, പ്രവൃത്തി ഉപാസന അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊക്കെ കുറയും. ചിന്തയിലായിരിക്കും, ടെൻഷനായിരിക്കും, വിഷമമായിരിക്കും. അപ്പൊ റിസൾട്ടും കുറവായിരിക്കും. ആളുകൾ അകാരണമായി അകന്നു പോകും. മറ്റേ ആളുകൾ അകാരണമായി അടുത്തു വരും. നല്ല ആൾക്കാർ മറ്റേ അടുത്ത് വരുന്നൊക്കെ ദോഷമുള്ളവരായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ താഴോട്ട് പോകും. അതൊക്കെ ഉറയ്ക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ദേവത ഉപാസന ആദ്യം നമ്മൾ ഓൺ ഓഫ് ആയിട്ട് വരണേ. അവരോട് വിഷമിക്കേണ്ട. അയ്യോ ഞാൻ നീ അങ്ങനെ വിഷമിക്കേണ്ട. ഇങ്ങനെയാണ് എല്ലാവരും വരുന്നത്. ഇത് തിരിച്ചറിയിച്ച് തരുന്നതാണ് യഥാർത്ഥ ഗുരുക്കന്മാര്. അപ്പൊ ദീക്ഷ എടുത്തിട്ട് ഇതാണ് ദേവി മറ്റേതല്ല എന്ന് പറഞ്ഞു തരാനാണ്. അങ്ങനെ അത് ഉറച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ സംശയമേ വരത്തില്ല. ആ ലൈഫ് രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആള് മരിച്ചാലും ദേവിയുടെ ലോകത്ത് തുടരും. അല്ലാത്തപ്പോ ശ്രീനാരായണ ഗുരുദേവൻ ദൈവവിചിന്തനത്തിൽ പറഞ്ഞുകൊണ്ട് ബാധകളെ പ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്നവന്മാര് മരിച്ച് അവരുടെ ലോകത്ത് ചെന്ന് അവരുടെ അടിമയായിട്ട് പച്ച കടിച്ചു പോത്തേ ഉള്ളൂ. ഇനി ഒന്നുമില്ലാതെ ജസ്റ്റ് മരിച്ചു പോയാലോ ഈ പ്രേത ലോകത്ത് ഈ മനസ്സ് മാത്രം ഇങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് മനസ്സിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കും. ഇതേത് ഫ്രീക്വൻസി വേണോ പിടിച്ച് രക്ഷപ്പെട്ട് പൊക്കോളുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ആയോ? യാഥാർത്ഥ്യ ലോകത്ത് വരണം. നമ്മൾ ഏതൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടൊക്കെ ജപിച്ച് ഉപാസിച്ച് ഒരു വഴിയായി പോകുന്ന, അറിയാൻ വയ്യാതായി വഴി തെറ്റി പോകുന്ന, ഉപാസന എന്തോ ദേവത എന്തോ നമുക്ക് അറിയാൻ പറ്റാതെ വരുന്ന ഇതൊക്കെ അതാണ് ഒരു ഗൈഡൻസിൽ പോകുന്നതാണ് നല്ലത്. ദീക്ഷ എടുത്ത് ഉപാസിക്കുക, അതാണ് നല്ലത് കേട്ടോ. മന്ത്രദീക്ഷ എടുത്ത് ഉപാസിക്കുക. എന്നാലും നമുക്ക് ഉപദേശിക്കാനും പറ്റും. ശിഷ്യന്മാരല്ലാത്തവരെ ഉപദേശിച്ചുകൂടാന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ദീക്ഷ എടുക്കാത്തവരെ ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. ഈ നമ്മളെക്കാൾ ഉയരത്തിൽ കാണണം. നമ്മൾ കാണുന്നതെല്ലാം ഞാൻ എന്നേക്കാൾ ഉയരത്തിൽ കാണും. അപ്പം അങ്ങനെ എന്നേക്കാൾ ഉയരമുള്ള ഒരാളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ ദീക്ഷ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ താഴിലേക്ക് നിങ്ങളായിട്ട് ഇറങ്ങി വരുമോ, ഞാൻ നിങ്ങളെ താക്കുകയാണ്. അപ്പം നിങ്ങൾ താണ സ്ഥലത്തെ നീരോടും, വെള്ളം താഴോട്ട് ഒഴുകത്തുള്ളൂ. അപ്പോൾ ആ ദൈവ ഊർജ്ജം നിങ്ങളിലേക്ക് വരും. അതാണ് അതിൻ്റെ സിസ്റ്റം കേട്ടോ.
ദേവി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കളി അങ്ങനെയുള്ള ഇത് അത് നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത്രോ ഇല്ലാതെ പോവും, കണക്ഷൻ പോവും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മറന്നു പോകും, പിന്നെ ആ കണ്ടിന്യൂറ്റി പോവും. അപ്പം അതുപോലെ പോയി. അതാണ് പ്രശ്നം. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഊർജങ്ങൾക്ക് പേരില്ല, ദേവതകൾക്ക് പേരില്ല. അപ്പൊ അതാണ് ജ്യോത്സ്യന്മാര് ചെല്ല് പറയും, ഉച്ചിഷ്ട വരാഗി എന്നൊക്കെ പറയും. അതേസമയം അതേ ഇതിൽ വേറൊരാളെ പോയി കണ്ട അയാൾ പറയും അത് നീലഭദ്രകാളി ഉണ്ട്, യക്ഷിയുണ്ട്, മാടനുണ്ട്, മറ്റേതിന്റെ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. വേറൊരാളെ കണ്ട വേറെ കുറെ ബാധകളുടെ പേരായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ സ്വദർശനം ഇവർ പറഞ്ഞു തരുന്ന സ്വദർശനവും കഴിച്ച് ആവാഹിച്ച് മാറ്റി ഇത് മാറും. ഈ വരുന്ന ശരീരത്തിൽ വന്ന് സംസാരിക്കുന്ന പല ബാധകളും ഞാൻ നമ്മുടെ മൊബൈലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഫേസ് മറിച്ചിട്ട്. ഇവർക്കൊന്നും അവരുടെ പേരൊന്നും അറിയത്തില്ല. ഇന്ന് പേരറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല എന്ന് പറയും. നമ്മൾ പറയും ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ, വേറെയാ നിങ്ങളെന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ പറയുന്നോട്ട് അത് വായിച്ച് മാറ്റുമ്പോൾ മാറും. അപ്പം ഇതുപോലാണ് എല്ലാ ദേവതയും സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭദ്രകാളി നമ്മൾ വിളിക്കുന്നതാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മിഖായേൽ എന്ന് വിളിക്കുന്ന ആർക്കിടൈപ്പ്, വാളുമായിട്ട് നിൽക്കുന്നു. അത് ഈ ആണാ, ഇത് ഭദ്രകാളി പെണ്ണാ. പക്ഷെ ഇതേ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ അവിടെ വരുന്നത് ഭക്തനെ സഹായിക്കാനായിട്ട്. നമ്മുടെ അമ്മയ്ക്കൊരു പേരുണ്ടോ? അമ്മ എന്നല്ലേ നമ്മൾ വിളിക്കാറ്. പേരൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? എൻ്റെ അമ്മയുടെ പേര് ദേവയാനി ദേവിയ, CS. ദേവയാനി ദേവി അമ്മ വന്നോ എന്ന് ഞാൻ ചിന്തിക്കുവോ? അമ്മ എന്നല്ലേ ചിന്തിക്കുള്ളൂ. നമ്മുടെ അമ്മയ്ക്ക് ഒരു പേരില്ല, അച്ഛനൊരു പേരില്ല. അച്ഛൻ പേരുണ്ട് അവർക്ക്, അത് വേറെ. നമ്മുടെ മനസ്സിൽ ആ പേരൊന്നും ഇല്ല. ഉണ്ടായുള്ളത് അമ്മയും അച്ഛനും അല്ലല്ലോ, അന്യരായി. അന്യർക്ക് പേരുണ്ട്. അപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പേരുണ്ട്. അപ്പൊ നമ്മള് അറിയാൻ വയ്യാത്തതിനെ നിർണയിക്കുന്നു എന്നുള്ളൊരു പാപമാണ്. എന്റെ ദേവി ഇന്ന പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് നിർണയിക്കില്ല, അറിഞ്ഞുകൂടാ. നിന്റെ കൈക്ക് എന്നെ അറിയാൻ പറ്റൂല. എന്റെ കൈക്ക് ഈ ജന്മം നോക്കിയാൽ എന്നെ അറിയാൻ പറ്റത്തില്ല. എന്റെ കയ്യിലും വലുതാണ് ഞാൻ. നിങ്ങൾ അതുപോലെയാണ്. ദേവതയെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണ്ട, അറിയാൻ പറ്റൂല, അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീയമാണെന്ന് പറയുന്ന ആ പരാശക്തിയെ നമ്മൾ എന്തിനാണ് ഒരു ഫിഗറിൽ കൊണ്ടുവന്ന ഒരു പേരൊക്കെ ഇട്ട് ഇത് അവന്റെ ഭദ്രകാളി അല്ലേന്നും അവൻ ഗൗളത്തിൽ ആചരിക്കുന്നില്ലേന്നും ഞാനിവിടെ ആചരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈഗോയുടെ അറിവിന്റെ ഭാവമാണ്. അറിവില്ലായ്മയും നിഷ്കളങ്കമായി നിങ്ങൾ വിളിച്ചാൽ കോഴിയെ ഒന്നും കൊടുക്കണ്ട, നിങ്ങളൊരു ശകലം പൂവെടുത്ത് വെച്ചിട്ട് ദേവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതവിടെ കിട്ടും, നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് അഹങ്കാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാധകൾ വന്നിട്ട് നമ്മളോട് പറയും ഇത് നിന്റെ ഭദ്രകാളിയല്ല, അവന്റെ ഭദ്രകാളിയാണ്. ആണോ? പിന്നെ ഇത് നീ ഉപാസിച്ചു കഴിഞ്ഞാൽ നിന്റെ അവനാ എനർജി പോന്നെ. അവന് കൂട്ടത്തിൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രാഗിയ ഇരട്ടായിട്ട് നിനക്ക് പറ്റും. നീ ഭദ്രകാളി ഉപാസിക്കുന്നു. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കണ്ടേ? നീ നിന്റെ അമ്മയൊന്നും വിളിക്കണ്ടേ? ഇത് നിന്റെ അമ്മയൊന്നും അല്ല, അവന്റെ അമ്മയാ. അയ്യോടെ അന്ന് പറഞ്ഞ എങ്ങനാ? വിളിക്കരുത്, വിളിച്ചാൽ പ്രശ്നം. അപ്പൊ വിളിക്കാനും വയ്യ, വിളിക്കാനും മൊത്തത്തിൽ വട്ടായി ഭ്രാന്ത് പിടിച്ച് നമ്മുടെ ഈഗോയാ. പക്ഷെ നിഷ്കളങ്കമായ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഇതൊന്നും കേൾക്കത്തില്ല. നിഷ്കളങ്ക ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ കുറവുണ്ടോ സാധന ചില സമയത്ത് യാന്ത്രികമായി പോകുന്നത് കൊണ്ടുമാണ് നമുക്ക് ആ കണക്ഷൻ നഷ്ടപ്പെടുന്നത്. കണക്ഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. 1000 കാലുള്ള തേരട്ടയോട് ഒരു കുറുക്കൻ ചോദിച്ചു, കുറുക്കൻ യുക്തിയുടെ പ്രതിക 1000 കാലം കൊണ്ട് എങ്ങനെ നടക്കും? ഞങ്ങൾക്കൊക്കെ 4 കാലം ഉണ്ടായിട്ട് തമ്മിൽ തട്ടുന്നത് ചിലപ്പോൾ. അത് ശരിയാണല്ലോടാ, അത് ശരിയാണല്ലോടാ, അതെങ്ങനെ നടക്കും അറിയാൻ വയ്യ. കുറുക്കൻ അങ്ങ് പോയി, തേരട്ട പിന്നെ നോക്കിയപ്പോൾ നടക്കാൻ പറ്റത്തില്ല, കാല് തമ്മിൽ കൂട്ടിമുട്ടുന്നു യുക്തിപരമായി. അപ്പോൾ ഒരു കാക്ക വന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയി എന്നാണ് പക്ഷി വന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായു ചലന നിയമ സിദ്ധാന്ത പ്രകാരം തേനീച്ചകൾക്ക് അവയുടെ ചെറിയ ചിറക് ഉപയോഗിച്ച് വലിയ ശരീരം പൊക്കി പറക്കാൻ പറ്റത്തില്ല, ശാസ്ത്രീയപരമായി നോക്കിയാൽ, സയൻസ് പരമായിട്ട്. പക്ഷേ അവകൾ ഇപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ഇത് അറിയാത്തത്, ഈ സയൻസ് അറിയാത്തതുകൊണ്ട് അവരിപ്പോഴും പറക്കുന്നു. അവർക്ക് ഈ സയൻസ് അറിയാമെങ്കിൽ പറക്കാൻ പറ്റൂല. നമ്മൾ എപ്പോൾ യുക്തിപരമാവുന്ന നമുക്ക് അഹങ്കാരം വരുമ്പോൾ ഇതെല്ലാം കുറവാകും. നിഷ്കളങ്കമായിട്ട് ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് വെച്ചിട്ട് വിളിച്ചാലും ദേവി വരും. ഒന്നും വെക്കാതെ വിളിച്ചാലും വരും, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഉണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മുടെ യുക്തി വർക്ക് ചെയ്യുന്ന നമുക്ക് അഹങ്കാരം ഈഗോയും വരുമ്പോഴാണ്. അപ്പോഴീ ബാധകൾ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ട് പറയും അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്ത, നീ നശിച്ചു പോകാനുള്ള എല്ലാ വഴിയും ഈ ബാധകൾ പറയും. അവിടെ ദേവിയായിട്ടുള്ള ബന്ധം പോകും. അപ്പൊ ഈ ബാധ കയറിയിട്ടാണ് നമ്മുടെ അമ്മയെ കൊല്ലുന്നത്. അല്ലാതെ ദേവി നമ്മൾ ഒരു പൂ ഒരിക്കലെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കത്തില്ല എന്നുള്ള സാമാന്യ തന്ത്രയുക്തിയെങ്കിലും നമുക്ക് മനസ്സിലാകണം.
അത് ഏത് മോശപ്പെട്ട ദേവതയാണെങ്കിൽ പോലും നമ്മൾ ഒരു ദേവതയ്ക്ക് നമ്മൾ മനസ്സറിഞ്ഞൊരു പുഷ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്ക് എതിരെ ചെയ്യില്ല. ചുമ്മാ പറയുന്ന ജ്യോത്സ്യന്മാരൊക്കെ എന്താ ഉപാസനാമൂർത്തിയുടെ കോപമുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഉപാസനാമൂർത്തി കോപിക്കുന്നതല്ല, ഉപാസനാമൂർത്തിയെ വിളിക്കാത്തത് കൊണ്ട് ഉപാസനാമൂർത്തി കോപിക്കുന്നു, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്, അത് ഞാൻ പറയാം. ചില നീച ദേവതകളെ ഉപാസിച്ചിട്ട്, പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞ ഇപ്പൊ വഴക്കാ, നമ്മളെ പിച്ചിട്ട് വിളിക്കാനൊക്കെ വരും. ചില നീച അധമ ദേവതകളെ ഉപാസിച്ച് കഴിയുമ്പോൾ അവരുടെ മാനസിക വികാരങ്ങളൊക്കെ കൂടുതലാണ്. അവരെ നമ്മൾ ഉപാസിച്ചിട്ട് ഈഗോയിസ്റ്റിക്കാ, അവരെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവർ നമുക്കെതിരായിട്ട് പണിയും. പക്ഷെ ഉയർന്ന ഭദ്രകാളി പോലെ ഉയർന്ന ദേവതകൾക്ക് നിങ്ങൾ മനസ്സറിഞ്ഞൊരു പൂവിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് അനുഗ്രഹിക്കാൻ പറ്റൂല എന്നുള്ളത്. അവർക്ക് കിട്ടുന്ന എനർജീനെ നിങ്ങൾ അനുഗ്രഹിക്കാൻ പറ്റും. ഈരെ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ദേവന്മാർക്ക് യജ്ഞം ചെയ്യണം, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും, പരസ്പരം വർദ്ധിച്ചോളാൻ. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ശ്രദ്ധയിലൂടെയുള്ള പ്രാണനാണ് ദേവതകളുടെ ഭക്ഷണം. പ്രാണായ സ്വാഹ അപാനായ സ്വാഹ എന്ന നേദ്യം വെച്ചിട്ട് പായസ സ്വാഹ വൽപ്പായ സ്വാഹ എന്നല്ല കൊടുക്കുന്നത്. അപ്പൊ ആ പ്രാണൻ അവർക്ക് കിട്ടുമ്പോൾ ആ പ്രാണൻ എടുത്ത് അവർ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്, ഇരട്ടിയാക്കി ബ്ലസ് ചെയ്യുന്ന, സ്റ്റെപ്പ് ചെയ്യുന്ന പരിപാടിയെ ദേവതകൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ദേവതയ്ക്ക് ഉപാസന, കുടുംബപര ദേവതയ്ക്ക് ഉപാസന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ശ്രദ്ധ മാറി, അല്ലെ മനസ്സ് യാന്ത്രികമായി പോയി അവർക്ക് ആ എനർജി കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഉപാസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ എനർജി കിട്ടാതെ നിങ്ങൾ ബ്ലസ് ചെയ്യാൻ അവർക്ക് എനർജി ഇല്ലാതെ വരും. ആ സമയത്ത് ബാധകൾ പ്രോസസ് ചെയ്തിട്ട് നിങ്ങളെ ഉപദ്രവിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് തമ്മിൽ വ്യത്യാസം അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കും? ദേവിയെ വിളിക്കുന്നില്ല, അതുകൊണ്ട് ദേവി ഇപ്പോൾ ഉപദ്രവിക്കുകയാണ്. ഇതാണ് അതിനകത്തെ മണ്ടത്തരം. ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നോ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉപാസനാമൂർത്തിയും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന നല്ല ഉയർന്ന തലത്തിലുള്ള ഈഗോയിസ്റ്റിക് അല്ലാത്ത ഹാർട്ടിന് മേപ്പോട്ടുള്ള ഉയർന്ന ദേവതകൾക്ക് ബോധം കൂടുതലാണ്. അവർ നമ്മളെ എന്ത് തെറ്റും ക്ഷമിക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ തെറ്റ് കാണിച്ചാൽ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നത് വേറെ വിഷയം. അവർ നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ ആ ബോധത്തോടു കൂടി ദേവത ഉപാസന ചെയ്ത് സിസ്റ്റമാറ്റിക്കലല്ലാത്ത ഒരു ഗുരുവില്ലാതെ, ഒരു സിസ്റ്റമാറ്റിക്കൽ അല്ലാതുള്ളൊരു സാധന പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു ദേവതയുടെ കുഴപ്പമല്ല, അമ്മയുടെ കുഴപ്പമല്ല. പിന്നെ ജനിച്ച ഒരിക്കൽ മരിക്കണ്ടേ? അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ? നമുക്ക് ആത്മീയത തരുന്ന പ്രശ്നമില്ലാത്ത ജീവിതമല്ല, തെറ്റിദ്ധരിക്കരുത്. പ്രശ്നങ്ങളെ നേരിട്ട് തരണം ചെയ്ത് വരാനുള്ള കരുത്ത് മാത്രമാണ്. അത് ദേവി തരും. ഈ ഉള്ളിൽ ഒരു പെർസെൻറ്റേജ് എങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാ ദേവത ഉപാസന സക്സസ് ആവുന്നത്? ബിലീഫാണ്. ദേവതയിൽ ഉറച്ച വിശ്വാസം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ മാറ്റമുണ്ട്. പ്രപഞ്ചത്തിൽ വരെ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഞാനത് കാണിച്ചു തരാം. ദേവതകളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ട് പൂർണ്ണ സമർപ്പണത്തോടു കൂടിയുള്ള, ഭക്തിയോടുകൂടിയുള്ള ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഉപാസന മാത്രമാണ് ദേവിക്ക് കിട്ടുന്നത്. ഭയവും വിഷമവും ദേഷ്യവും വെച്ചിട്ട് ജപിച്ചാൽ അത് നമ്മൾ ജപിക്കുന്ന നാരായണയായാലും നാരായണൻ അത് കിട്ടിയാല ബാധകൾക്കാണ് കിട്ടുന്നത്. അവരിരട്ടി എടുത്ത് പണിയും. അതാണ് നാമം ജപിക്കുന്നതോടും ദുരിതം കൂടുക തിരുമേനി എന്ന് ചില ആൾക്കാർ പറഞ്ഞു. കള്ളു കുടിച്ച് നടക്കുന്നവരൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. കാരണം ഉള്ളിൽ നെഗറ്റീവ്സ് വെച്ചുകൊണ്ട് ജപിച്ച ബാധയ്ക്ക് കിട്ടും. അത് അവരിരട്ടിയായിട്ട് നമുക്ക് പണിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും ജപിച്ച് അവർക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കും. കുണ്ടലിനി അവരിരട്ടിയായിട്ട് പണിയും. അപ്പൊ ഭക്തിയോടുകൂടി, സമർപ്പണത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി 100% എന്റെ ദേവി എനിക്ക്, എന്റെ അമ്മ എനിക്ക് വേണ്ടത് നല്ലതാ എല്ലാം തരുന്നേ എന്ന് പറഞ്ഞ് ഉപാസിച്ചാൽ അതിനകത്ത് അചഞ്ചലമായിരിക്കണം. ഇടയ്ക്ക് പോലും സംശയം വരാൻ പാടില്ല. അങ്ങനെ ഉപാസിച്ചാൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരത്തില്ല. ഈ കൺഫ്യൂഷൻസ് വരുന്ന ബാധകളാണ്. ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ബാധയാണ്. ദേവി വന്നാലുള്ള പ്രത്യേകത മനസ്സിലാക്കണം. പ്രവൃത്തി കൂടുതലായിരിക്കും, ചിന്ത കുറവായിരിക്കും. അപ്പൊ റിസൾട്ട് കൂടുതൽ കിട്ടും. ബാധകൾ വന്നു കഴിഞ്ഞാൽ ചിന്ത കൂടുതലും, പ്രവൃത്തി, ഉപാസന അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊക്കെ കുറയും. ചിന്തയിലായിരിക്കും, ടെൻഷനായിരിക്കും, വിഷമമായിരിക്കും. അപ്പം റിസൾട്ടും കുറവായിരിക്കും. ആളുകൾ അകാരണമായി അകന്നു പോകും. മറ്റേ ആളുകൾ അകാരണമായി അടുത്തു വരും. നല്ല ആൾക്കാർ. മറ്റേ അടുത്ത് വരുന്നൊക്കെ ദോഷമുള്ളവരായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ താഴോട്ട് പോകും. അതൊക്കെ ഉറയ്ക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ദേവത ഉപാസന ആദ്യം നമ്മൾ ഓൺ ഓഫ് ആയിട്ട് വരണേ. അവിടെ വിഷമിക്കേണ്ട. അയ്യോ ഞാൻ നീ അങ്ങനെ വിഷമിക്കേണ്ട. ഇങ്ങനെയാണ് എല്ലാവരും വരുന്നത്. ഇത് തിരിച്ചറിയിച്ച് തരുന്നതാണ് യഥാർത്ഥ ഗുരുക്കന്മാര്. അപ്പൊ ദീക്ഷ എടുത്തിട്ട് ഇതാണ് ദേവി, മറ്റേതല്ല എന്ന് പറഞ്ഞു തരാനാണ്. അങ്ങനെ അത് ഉറച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ സംശയമേ വരത്തില്ല. ആ ലൈഫ് രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആള് മരിച്ചാലും ദേവിയുടെ ലോകത്ത് തുടരും. അല്ലാത്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവവിചിത്രത്തിൽ പറഞ്ഞുകൊണ്ട് ബാധകളെ, പ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്നവന്മാര് മരിച്ച് അവരുടെ ലോകത്ത് ചെന്ന് അവരുടെ അടിമയായിട്ട് പച്ച കടിച്ചു പോത്തേ ഉള്ളൂ. ഇനി ഒന്നുമില്ലാതെ ജസ്റ്റ് മരിച്ചു പോയാലോ ഈ പ്രേത ലോകത്ത് ഈ മനസ്സ് മാത്രം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മനസ്സിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കും. ഇതേത് ഫ്രീക്വൻസി വേണോ പിടിച്ച് രക്ഷപ്പെട്ട് പൊക്കോളുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ആയോ?
യാഥാർത്ഥ്യ ലോകത്ത് വരണം. നമ്മൾ ഏതൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടൊക്കെ ജപിച്ച് ഉപാസിച്ച് ഒരു വഴിയായി പോകുന്ന, അറിയാൻ വയ്യാതായി വഴി തെറ്റി പോകുന്ന, ഉപാസന എന്തോ ദേവത എന്തോ നമുക്ക് അറിയാൻ പറ്റാതെ വരുന്ന ഇതൊക്കെ അതാണ് ഒരു ഗൈഡൻസിൽ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അതായത് എന്താണെന്ന് അറിയത്തില്ല. ദീക്ഷ എടുത്ത് ഉപാസിക്കുക, അതാ നല്ലത് കേട്ടോ. മന്ത്രദീക്ഷ എടുത്ത് ഉപാസിക്കുക, എന്നാലും നമുക്ക് ഉപദേശിക്കാനും പറ്റും. ശിഷ്യന്മാരല്ലാത്തവരെ ഉപദേശിച്ചുകൂടാന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ദീക്ഷ എടുക്കാത്തവരെ ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. ഈ നമ്മളെക്കാൾ ഉയരത്തിൽ കാണണം, നമ്മൾ കാണുന്നതെല്ലാം ഞാൻ എന്നേക്കാൾ ഉയരത്തിൽ കാണും. അപ്പം അങ്ങനെ എന്നേക്കാൾ ഉയരമുള്ള ഒരാളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ ദീക്ഷ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ താഴിലേക്ക് നിങ്ങളായിട്ട് ഇറങ്ങി വരുമോ, ഞാൻ നിങ്ങളെ താക്കുകയാണ്. അപ്പം നിങ്ങൾ താണ സ്ഥലത്തെ നീരോടും, വെള്ളം താഴോട്ട് ഒഴുകത്തുള്ളൂ. അപ്പോൾ ആ ദൈവിക ഊർജ്ജം നിങ്ങളിലേക്ക് വരും. അതാണ് അതിൻ്റെ സിസ്റ്റം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നതിലോ ഇല്ലാതെ പോവും, കണക്ഷൻ പോകും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മറന്നു പോകും, പിന്നെ ആ കണ്ടിന്യൂറ്റി പോകും. അപ്പം അത് പോയി. അതാണ് പ്രശ്നം. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? പേരില്ല, ദേവതകൾക്ക് പേരില്ല. അപ്പൊ അതാണ് ജ്യോത്സ്യന്മാര് ചെല്ല് പറയും, ഉച്ചിഷ്ട വരാഗി എന്നൊക്കെ പറയും. അതേസമയം അതേ ഇതിൽ വേറൊരാളെ പോയി കണ്ട അയാൾ പറയും അത് നീലഭദ്രകാളി ഉണ്ട്, യക്ഷിയുണ്ട്, മാടനുണ്ട്, മറ്റേതിന്റെ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. വേറൊരാളെ കണ്ട വേറെ കുറെ ബാധകളുടെ പേരായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ സ്വദർശനം ഇവര് പറഞ്ഞു തരുന്ന സ്വദർശനവും കഴിച്ച് ആവാഹിച്ച് മാറ്റി ഇത് മാറും. ഈ വരുന്ന ശരീരത്തിൽ വന്ന് സംസാരിക്കുന്ന പല ബാധകളും ഞാൻ നമ്മുടെ മൊബൈലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഫേസ് മറിച്ചിട്ട്. ഇവർക്കൊന്നും അവരുടെ പേരൊന്നും അറിയത്തില്ല. ഇന്ന് പേരറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല എന്ന് പറയും. നമ്മൾ പറയും ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, വേറെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ പറയുന്നോട്ട് അതാഴ്ച മാറ്റുമ്പോൾ മാറും. അപ്പം ഇതുപോലാണ് എല്ലാ ദേവതയും സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭദ്രകാളി നമ്മൾ വിളിക്കുന്നതാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മിഖായേൽ എന്ന് വിളിക്കുന്ന ആർക്കിടൈപ്പ്, വാളുമായിട്ട് നിൽക്കുന്നു. അത് ഈ ആണാ, ഇത് ഭദ്രകാളി പെണ്ണാ. പക്ഷെ ഇതേ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ അവിടെ വരുന്നത് ഭക്തനെ സഹായിക്കാനായിട്ട്. നമ്മുടെ അമ്മയ്ക്കൊരു പേരുണ്ടോ? അമ്മ എന്നല്ലേ നമ്മൾ വിളിക്കാറ്. പേരൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? എൻ്റെ അമ്മയുടെ പേര് ദേവയാനി ദേവിയ, CS. ദേവയാനി ദേവി അമ്മ വന്നോ എന്ന് ഞാൻ ചിന്തിക്കുവോ? അമ്മ എന്നല്ലേ ചിന്തിക്കുള്ളൂ. നമ്മുടെ അമ്മയ്ക്ക് ഒരു പേരില്ല, അച്ഛനൊരു പേരില്ല. അച്ഛൻ പേരുണ്ട് അവർക്ക്, അത് വേറെ. നമ്മുടെ മനസ്സിൽ ആ പേരൊന്നും ഇല്ല. ഉണ്ടായുള്ളത് അമ്മയും അച്ഛനും അല്ലല്ലോ, അന്യരായി. അന്യർക്ക് പേരുണ്ട്, അപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പേരുണ്ട്. അപ്പൊ നമ്മള് അറിയാൻ വയ്യാത്തതിനെ നിർണയിക്കുന്നു എന്നുള്ളൊരു പാപമാണ്. എന്റെ ദേവി ഇന്ന പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് നിർണയിക്കില്ല. അറിഞ്ഞുകൂടാ. നിന്റെ കൈക്ക് എന്നെ അറിയാൻ പറ്റൂല. എന്റെ കൈക്ക് ഈ ജന്മം നോക്കിയാൽ എന്നെ അറിയാൻ പറ്റത്തില്ല. എന്റെ കയ്യിലും വലുതാണ് ഞാൻ. നിങ്ങൾ അതുപോലെയാണ്. ദേവതയെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണ്ട, അറിയാൻ പറ്റൂല. അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീയമാണെന്ന് പറയുന്ന ആ പരാശക്തിയെ നമ്മൾ എന്തിനാണ് ഒരു ഫിഗറിൽ കൊണ്ടുവന്ന ഒരു പേരൊക്കെ ഇട്ട് ഇത് അവന്റെ ഭദ്രകാളി അല്ലേന്നും അവൻ ഗൗളത്തിൽ ആചരിക്കുന്നില്ലേന്നും ഞാനിവിടെ ആചരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈഗോയുടെ അറിവിന്റെ ഭാവമാണ്. അറിവില്ലായ്മയും നിഷ്കളങ്കമായി നിങ്ങൾ വിളിച്ചാൽ കോഴിയെ ഒന്നും കൊടുക്കണ്ട, നിങ്ങളൊരു ശകലം പൂവെടുത്ത് വെച്ചിട്ട് ദേവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതവിടെ കിട്ടും, നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് അഹങ്കാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാധകൾ വന്നിട്ട് നമ്മളോട് പറയും ഇത് നിന്റെ ഭദ്രകാളിയല്ല, അവന്റെ ഭദ്രകാളിയാണ്. ആണോ? പിന്നെ ഇത് നീ ഉപാസിച്ചു കഴിഞ്ഞാൽ നിന്റെ അവനാ എനർജി പോണേ. അവന് കൂട്ടത്തിൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രാവിയ ഇരട്ടായിട്ട് നിനക്ക് പറ്റും. നീ ഭദ്രകാളി ഉപാസിക്കുന്നു. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കണ്ടേ? നീ നിന്റെ അമ്മയൊന്നും വിളിക്കണ്ടേ? ഇത് നിന്റെ അമ്മയൊന്നും അല്ല, അവന്റെ അമ്മയാ. അയ്യോടെ അന്ന് പറഞ്ഞ എങ്ങനെ? വിളിക്കരുത്, വിളിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ വിളിക്കാനും വയ്യ, വിളിക്കാനും മൊത്തത്തിൽ വട്ടായി ഭ്രാന്ത് പിടിച്ച് നമ്മുടെ ഈഗോയാ. പക്ഷെ നിഷ്കളങ്കമായ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഇതൊന്നും കേൾക്കത്തില്ല. നിഷ്കളങ്ക ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ കുറവുണ്ടോ സാധന ചില സമയത്ത് യാന്ത്രികമായി പോകുന്നത് കൊണ്ടുമാണ് നമുക്ക് ആ കണക്ഷൻ നഷ്ടപ്പെടുന്നത്. കണക്ഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. 1000 കാലുള്ള തേരട്ടയോട് ഒരു കുറുക്കൻ ചോദിച്ചു, കുറുക്കൻ യുക്തിയുടെ പ്രതിക 1000 കാലുകൊണ്ട് എങ്ങനെ നടക്കും? ഞങ്ങൾക്കൊക്കെ 4 കാലുണ്ടായിട്ട് തമ്മിൽ തട്ടുന്നത് ചിലപ്പോൾ. അത് ശരിയാണല്ലോടാ, അത് ശരിയാണല്ലോടാ. അതെങ്ങനെ നടക്കുന്നു അറിയാൻ വയ്യ. കുറുക്കൻ അങ്ങ് പോയി, തേരട്ട പിന്നെ നോക്കിയപ്പോൾ നടക്കാൻ പറ്റത്തില്ല, കാല് തമ്മിൽ കൂട്ടിമുട്ടുന്നു യുക്തിപരമായി. അപ്പോൾ ഒരു കാക്ക വന്ന് കൊത്തിയെടുത്തോണ്ട് പോയി എന്നാണ് പക്ഷി വന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായു ചലന നിയമ സിദ്ധാന്ത പ്രകാരം തേനീച്ചകൾക്ക് അവയുടെ ചെറിയ ചിറക് ഉപയോഗിച്ച് വലിയ ശരീരം പൊക്കി പറക്കാൻ പറ്റത്തില്ല, ശാസ്ത്രീയപരമായി നോക്കിയാൽ, സയൻസ് പരമായിട്ട്. പക്ഷേ
അവകൾ ഇപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ഇത് അറിയാത്തത്, ഈ സയൻസ് അറിയാത്തത് അവരിപ്പോഴും പറക്കുന്നു. അവർക്ക് ഈ സയൻസ് അറിയാമെങ്കിൽ പറക്കാൻ പറ്റൂല. നമ്മളെപ്പോൾ യുക്തിപരമാവുന്ന നമുക്ക് അഹങ്കാരം വരുമ്പോൾ ഇതെല്ലാം കുറവാകും. നിഷ്കളങ്കമായിട്ട് ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് വെച്ചിട്ട് വിളിച്ചാലും ദേവി വരും. ഒന്നും വെക്കാതെ വിളിച്ചാലും വരും, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഉണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മുടെ യുക്തി വർക്ക് ചെയ്യുന്ന നമുക്ക് അഹങ്കാരം ഈഗോയും വരുമ്പോഴാണ്. അപ്പോഴും ഈ ബാധകൾ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ട് പറയും, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്ത, നീ നശിച്ചു പോകാനുള്ള എല്ലാ വഴിയും ഈ ബാധകൾ പറയും. അവിടെ ദേവിയായിട്ടുള്ള ബന്ധം പോകും. അപ്പൊ ഈ ബാധ കയറിയിട്ടാണ് നമ്മുടെ അമ്മയെ കൊല്ലുന്നത്. അല്ലാതെ ദേവി നമ്മൾ ഒരു പൂ ഒരിക്കലെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കത്തില്ല എന്നുള്ള സാമാന്യ തന്ത്രയുക്തിയെങ്കിലും നമുക്ക് മനസ്സിലാകണം. അത് ഏത് മോശപ്പെട്ട ദേവതയാണെങ്കിൽ പോലും നമ്മൾ ഒരു ദേവതയ്ക്ക് നമ്മൾ മനസ്സറിഞ്ഞൊരു പുഷ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവത ഒരിക്കലും നമുക്ക് എതിരെ ചെയ്യില്ല. ചുമ്മാ പറയുന്ന ജ്യോത്സ്യന്മാരൊക്കെ എന്താ ഉപാസനാമൂർത്തിയുടെ കോപമുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഉപാസനാമൂർത്തി കോപിക്കുന്നതല്ല, ഉപാസനാമൂർത്തിയെ വിളിക്കാത്തത് കൊണ്ട് ഉപാസനാമൂർത്തി കോപിക്കുന്നു, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്, അത് ഞാൻ പറയാം. ചില നീച ദേവതകളെ ഉപാസിച്ചിട്ട്, പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞ ഇപ്പൊ വഴക്കാം, നമ്മളെ പിച്ചിട്ട് വിളിക്കാനൊക്കെ വരും. ചില നീച അധമ ദേവതകളെ ഉപാസിച്ച് കഴിയുമ്പോൾ അവരുടെ മാനുഷിക വികാരങ്ങളൊക്കെ കൂടുതലാണ്. അവരെ നമ്മൾ ഉപാസിച്ചിട്ട് ഈഗോയിസ്റ്റിക്കാ, അവരെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവർ നമുക്കെതിരായിട്ട് പണിയും. പക്ഷെ ഉയർന്ന ഭദ്രകാളികളുള്ള ഉയർന്ന ദേവതകൾക്ക് നിങ്ങൾ മനസ്സറിഞ്ഞൊരു പോയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് അനുഗ്രഹിക്കാൻ പറ്റൂല എന്നുള്ളത്. അവർക്ക് കിട്ടുന്ന എനർജീനെ നിങ്ങൾ അനുഗ്രഹിക്കാൻ പറ്റും. ഈരെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരസ്പരം ദേവന്മാർക്ക് യജ്ഞം ചെയ്യണം, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും, പരസ്പരം വർദ്ധിച്ചോളാൻ. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ശ്രദ്ധയിലൂടെയുള്ള പ്രാണനാണ് ദേവതകളുടെ ഭക്ഷണം. പ്രാണായ സ്വാഹ അപാനായ സ്വാഹ എന്ന നേദ്യം വെച്ചിട്ട് പായസ സ്വാഹ വൽപ്പായ സ്വാഹ എന്നല്ല കൊടുക്കുന്നത്. അപ്പൊ ആ പ്രാണൻ അവർക്ക് കിട്ടുമ്പോൾ ആ പ്രാണൻ എടുത്ത് അവർ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്, ഇരട്ടിയാക്കി ബ്ലസ് ചെയ്യുന്ന, സ്റ്റെപ്പ് ചെയ്യുന്ന പരിപാടിയെ ദേവതകൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ദേവതയ്ക്ക് ഉപാസന, കുടുംബപര ദേവതയ്ക്ക് ഉപാസന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ശ്രദ്ധ മാറി, അല്ലെ മനസ്സ് യാന്ത്രികമായി പോയി അവർക്ക് ആ എനർജി കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഉപാസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ എനർജി കിട്ടാതെ നിങ്ങളെ ബ്ലസ് ചെയ്യാൻ അവർക്ക് എനർജി ഇല്ലാതെ വരും. ആ സമയത്ത് ബാധകൾ പ്രോസസ് ചെയ്തിട്ട് നിങ്ങളെ ഉപദ്രവിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് തമ്മിൽ വ്യത്യാസം അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കും? ദേവിയെ വിളിക്കുന്നില്ല, അതുകൊണ്ട് ദേവി ഇപ്പോൾ ഉപദ്രവിക്കുകയാണ്. ഇതാണ് അതിന്റെ മണ്ടത്തരം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉപാസനാമൂർത്തിയും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന നല്ല ഉയർന്ന തലത്തിലുള്ള ഈഗോയിസ്റ്റിക് അല്ലാത്ത ഹാർട്ടിന് മേപ്പോട്ടുള്ള ഉയർന്ന ദേവതകൾക്ക് ബോധം കൂടുതലാണ്. അവർ നമ്മളെ എന്ത് തെറ്റും ക്ഷമിക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ തെറ്റ് കാണിച്ചാൽ അതിന്റെ കർമ്മഫലവും നമ്മൾ അനുഭവിക്കുന്നത് വേറെ വിഷയം. അവർ നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ ആ ബോധത്തോടു കൂടി ദേവത ഉപാസന ചെയ്ത് സിസ്റ്റമാറ്റിക്കൽ അല്ലാത്ത ഒരു ഗുരുവില്ലാതെ, ഒരു സിസ്റ്റമാറ്റിക്കൽ അല്ലാതുള്ളൊരു സാധന പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു ദേവതയുടെ കുഴപ്പമല്ല, അമ്മയുടെ കുഴപ്പമല്ല. പിന്നെ ജനിച്ച ഒരിക്കൽ മരിക്കണ്ടേ? അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ? നമുക്ക് ആത്മീയത തരുന്ന പ്രശ്നമില്ലാത്ത ജീവിതമല്ല, തെറ്റിദ്ധരിക്കരുത്. പ്രശ്നങ്ങളെ നേരിട്ട് തരണം ചെയ്ത് വരാനുള്ള കരുത്ത് മാത്രമാണ്. അത് ദേവി തരും. ഈ ഉള്ളിൽ ഒരു പെർസെൻറ്റേജ് എങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ ദേവത ഉപാസന സക്സസ് ആവുന്നത്? ബിലീഫാണ്. ദേവതയിൽ ഉറച്ച വിശ്വാസം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ മാറ്റമുണ്ട്. പ്രപഞ്ചത്തിൽ വരെ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഞാനത് കാണിച്ചു തരാം. ദേവതകളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ട് പൂർണ്ണ സമർപ്പണത്തോടു കൂടിയുള്ള, ഭക്തിയോടുകൂടിയുള്ള ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഉപാസന മാത്രമാണ് ദേവിക്ക് കിട്ടുന്നത്. ഭയവും വിഷമവും ദേഷ്യവും വെച്ചിട്ട് ജപിച്ചാൽ അത് നമ്മൾ ജപിക്കുന്ന നാരായണയായാലും നാരായണൻ അത് കിട്ടിയാല ബാധകൾക്കാണ് കിട്ടുന്നത്. അവരിരട്ടി എടുത്ത് പണിയും. അതാണ് നാമം ജപിക്കുന്നതോടും ദുരിതം കൂടുക തിരുമേനി എന്ന് ചില ആൾക്കാർ പറഞ്ഞു. കള്ളുപിടിച്ച് നടക്കുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. കാരണം ഉള്ളിൽ നെഗറ്റീവ്സ് വെച്ചുകൊണ്ട് ജപിച്ച ബാധയ്ക്ക് കിട്ടും. അത് അവരിരട്ടിയായിട്ട് നമുക്ക് പണിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും ജപിച്ച് അവർക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കും. കുണ്ടലിനി അവരിരട്ടിയായിട്ട് പണിയും. അപ്പൊ ഭക്തിയോടുകൂടി, സമർപ്പണത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി 100% എന്റെ ദേവി എനിക്ക്, എന്റെ അമ്മ എനിക്ക് വേണ്ടത് നല്ലതാ എല്ലാം തരുന്നതെന്ന് പറഞ്ഞ് ഉപാസിച്ചാൽ അതിനകത്ത് അചഞ്ചലമായിരിക്കണം. ഇടയ്ക്ക് പോലും സംശയം വരാൻ പാടില്ല. അങ്ങനെ ഉപാസിച്ചാൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരത്തില്ല. ഈ കൺഫ്യൂഷൻസ് വരുന്ന ബാധകളാണ്. ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ബാധയാണ്. ദേവി വന്നാലുള്ള പ്രത്യേകത മനസ്സിലാക്കണം. പ്രവൃത്തി കൂടുതലായിരിക്കും, ചിന്ത കുറവായിരിക്കും. അപ്പൊ റിസൾട്ട് കൂടുതൽ കിട്ടും. ബാധകൾ വന്നു കഴിഞ്ഞാൽ ചിന്ത കൂടുതലും, പ്രവൃത്തി, ഉപാസന അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊക്കെ കുറയും. ചിന്തയിലായിരിക്കും, ടെൻഷനായിരിക്കും, വിഷമമായിരിക്കും. അപ്പം റിസൾട്ടും കുറവായിരിക്കും. ആളുകൾ അകാരണമായി അകന്നു പോകും. മറ്റേ ആളുകൾ അകാരണമായി അടുത്തു വരും. നല്ല ആൾക്കാർ. മറ്റേ അടുത്ത് വരുന്നൊക്കെ ദോഷമുള്ളവരായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ താവോട്ട് പോകും. അതൊക്കെ
ഉറയ്ക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ദേവത ഉപാസന. ആദ്യം നമ്മൾ ഓൺ ഓഫ് ആയിട്ട് വരണേ. അവരോട് വിഷമിക്കേണ്ട, അയ്യോ ഞാൻ നീ അങ്ങനെ വിഷമിക്കേണ്ട. ഇങ്ങനെയാണ് എല്ലാവരും വരുന്നത്. ഇത് തിരിച്ചറിയിച്ച് തരുന്നതാണ് യഥാർത്ഥ ഗുരുക്കന്മാര്. അപ്പൊ ദീക്ഷ എടുത്തിട്ട് ഇതാണ് ദേവി മറ്റേതല്ല എന്ന് പറഞ്ഞു തരാനാണ്. അങ്ങനെ അത് ഉറച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ സംശയമേ വരത്തില്ല. ആ ലൈഫ് രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ മരിച്ചാലും ദേവിയുടെ ലോകത്ത് തുടരും. അല്ലാത്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവവിചിത്രത്തിൽ പറഞ്ഞുകൊണ്ട് ബാധകളെ പ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്നവന്മാര് മരിച്ച് അവരുടെ ലോകത്ത് ചെന്ന് അവരുടെ അടിമയായിട്ട് പച്ച കടിച്ചു പോത്തേ ഉള്ളൂ. ഇനി ഒന്നുമില്ലാതെ ജസ്റ്റ് മരിച്ചു പോയാലോ ഈ പ്രേത ലോകത്ത് ഈ മനസ്സ് മാത്രം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മനസ്സിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കും. ഇതേത് ഫ്രീക്വൻസി വേണോ പിടിച്ച് രക്ഷപ്പെട്ട് പൊക്കോളുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ആയോ? യാഥാർത്ഥ്യ ലോകത്ത് വരണം. നമ്മൾ ആരൊക്കെയോ പറഞ്ഞു കേട്ടൊക്കെ ജപിച്ച് ഉപാസിച്ച് ഒരു വഴിയായി പോകുന്ന, അറിയാൻ വയ്യാതായി വഴി തെറ്റി പോകുന്ന, ഉപാസന എന്തോ ദേവത എന്തോ നമുക്ക് അറിയാൻ പറ്റാതെ വരുന്ന ഇതൊക്കെ അതാണ് ഒരു ഗൈഡൻസിൽ പോകുന്നതാണ് നല്ലത്. ദീക്ഷ എടുത്ത് ഉപാസിക്കുക, അതാണ് നല്ലത് കേട്ടോ. മന്ത്രദീക്ഷ എടുത്ത് ഉപാസിക്കുക, എന്നാലും നമുക്ക് ഉപദേശിക്കാനും പറ്റും. ശിഷ്യന്മാരല്ലാത്തവരെ ഉപദേശിച്ചുകൂടാന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ദീക്ഷ എടുക്കാത്തവരെ ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. ഈ നമ്മളെക്കാൾ ഉയരത്തിൽ കാണണം, നമ്മൾ കാണുന്നതെല്ലാം. ഞാൻ എന്നേക്കാൾ ഉയരത്തിൽ കാണും. അപ്പം അങ്ങനെ എന്നേക്കാൾ ഉയരമുള്ള ഒരാളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ ദീക്ഷ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ താഴിലേക്ക് നിങ്ങളായിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളെ താക്കുകയാണ്. അപ്പം നിങ്ങൾ താണ സ്ഥലത്തെ നീരോടും, വെള്ളം താഴോട്ട് ഒഴുകത്തുള്ളൂ. അപ്പോൾ ആ ദൈവിക ഊർജ്ജം നിങ്ങളിലേക്ക് വരും. അതാണ് അതിൻ്റെ സിസ്റ്റം.